ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘയാണെങ്കിൽ ആകെ ദേഷ്യത്തോടെയാണ് മനോഹരനോട് പറയുന്നത്, എനിക്ക് ജീവിതത്തിൽ ഒന്നും നടന്നില്ലെങ്കിലും വേണ്ടില്ല, പക്ഷേ ചന്ദ്രിക നശിക്കണം. അത് കേട്ടപ്പോൾ മനോഹരനും മുത്തശ്ശിയും പരസ്പരം നോക്കുവാണ്, എന്തൊരു മനസ്സാണ് ഇവളുടേതെന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം മേഘ പറയാണ്, ഈ കൂടോത്രമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് ചന്ദ്രികയ്ക്കെതിരെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേഘയുടെ പ്ലാനിങ്. അയാളെ പോയി കണ്ടിട്ട് ചന്ദ്രികയ്ക്ക് ഞാൻ കൂടോത്രം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മേഘയുടെ മനസ്സ് അത്രത്തോളം അധപ്പതിച്ചോന്നൊക്കെ അതിശയത്തോടെയാണ് മനോഹരനും മുത്തശ്ശിയും കേട്ടു നിൽക്കുന്നത്. എന്തൊക്കെയാണ് മേഘ ചിന്തിക്കുന്നത്? പഠിപ്പും അറിവുള്ള ഒരാളെ പോലെ അല്ലായിരുന്നു മേഘ പെരുമാറിയിരുന്നത്. ചന്ദ്രികയെ നശിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ മേഘയിലുണ്ടായിരുന്നുള്ളൂ. അവർ രണ്ടുപേരും വല്ലാതെ ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. അയ്യയ്യോ! അപ്പോൾ മേഘ ഒരുതരം ലഹരിയോടെയാണ് പറയുന്നത്, ദൈവം മാത്രമേ നമ്മളെ കൈവിട്ടിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഈ കൂടോത്രം ചെയ്യുന്ന മന്ത്രവാദിയെങ്കിലും നമുക്കൊപ്പം നിൽക്കുമോ എന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് മേഘ പോവാണ്. അവർ രണ്ടുപേരും മറുത്തു പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ. അപ്പോൾ മേഘ പോയപ്പോൾ മനോഹരൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഏയ് ചേച്ചി, എനിക്കെന്തോ ഈ മേഘ ഒന്നും തിരുത്തുന്നു തോന്നുന്നില്ല. മുത്തശ്ശി അത് തന്നെയാണ് സമ്മതിക്കുന്നത്. നീ പറഞ്ഞത് ശരിയാ. എനിക്ക് തോന്നുന്നത് മേഘ നടത്തുന്ന കൂടോത്രം തിരിച്ച് നമുക്ക് തന്നെ വരുന്നതാണ്. മനോഹരൻ പറഞ്ഞത് കേട്ടതും മുത്തശ്ശി ഭയത്തോടെ നെഞ്ചിൽ കൈവെക്കുന്നുണ്ട്. ഇതുവരെയുള്ള അനുഭവങ്ങളിൽ അവർക്കും അങ്ങനെ ഒരു ഭയം തോന്നാതെയില്ല. അപ്പോൾ മനോഹരൻ പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്ക് രണ്ടുപേർക്കും പോയി മനോഹരൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ആ വീട്ടിൽ സെറ്റാവാം, വാ പോകാം എന്ന് പറഞ്ഞ് മനോഹരൻ നടക്കുകയാണ്. തൊട്ടു പിന്നാലെ ചേച്ചിയെ പ്രതീക്ഷിച്ചുണ്ട്. പക്ഷേ പിന്നീന്ന് മുത്തശ്ശി വിളിക്കുകയാണ്, ഏയ്. അപ്പോൾ മനോഹരൻ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി വരുന്നില്ലേ? അതല്ല മനോഹര, ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രം ചേർന്ന് മഹേന്ദ്രൻ്റെ കാല് പിടിച്ച് ആ വീട്ടിലേക്ക് പോയെന്നെങ്ങാനും മേഘ അറിഞ്ഞാ അവൾ നമുക്ക് രണ്ടുപേർക്കും വിഷം തന്ന് നമ്മളെ രണ്ടുപേരെയും കൊല്ലും. അവർ പറഞ്ഞപ്പോൾ മനോഹരനും ആ ഒരു ഭയം ഉണ്ടായിരുന്നു. അയാളിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. മേഘയുടെ സ്വഭാവത്തിന് അവൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അപ്പോൾ അവരും ചോദിക്കുന്നുണ്ട്, ജീവനാണോ അതോ ആ വീട്ടിലെ സുഖസൗകര്യങ്ങളാണോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ ചേച്ചി, ഇങ്ങനെ ഒരു കുരുക്കിലാണല്ലോ നമ്മൾ വന്ന് ചാടിയത്. അതേടാ, നീ പറയുന്നത് ശരി തന്നെയാണ്. അയ്യയ്യോ, ശനിയെ എടുത്തിട്ട് മടിയിലെടുത്ത് വെച്ചതുപോലെയാണല്ലോ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം. ഈ മേഘയുടെ അടുത്ത് വന്നിട്ട് നമ്മൾ പെട്ടുപോയല്ലോ. നീ പറയുന്നത് ശരി തന്നെയാ. നീ മാത്രമാണോ? ഞാനും അവളുടെ അടുത്ത് പെട്ടുപോയില്ലേ? മേഘയെ കൊണ്ട് നമ്മൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെയും ജീവിക്കാമെന്നാണ് കരുതിയത്. എന്നാൽ അവളോ ഒരു കുഴിയിൽ വീണു. ആ കുഴിയിലേക്ക് നമ്മളെയും ചേർത്ത് കൊണ്ടാണ് അവൾ വീണത്. ചേച്ചി പറഞ്ഞത് 100% സത്യം തന്നെയാണ്. നമ്മൾ രണ്ടുപേരും മേഘ എന്ന് പറയുന്ന വലിയൊരു കുഴിയിൽ വീണിട്ട് അടിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആടാ. മുത്തശ്ശിയും കരഞ്ഞുകൊണ്ട് സമ്മതിക്കുകയാണ്. ഏയ് ചേച്ചി, മുഴുവനായിട്ട് കുഴിയുടെ അടിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. മനോഹരൻ ചേച്ചി ഉപദേശിച്ചുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. അതേസമയം മാർക്കറ്റിൽ പോയി സാധനമൊക്കെ വാങ്ങി വരുന്ന വഴിയാണ് മേഘ. അവൾ നടന്നു വരുവാണ്. ആ സമയത്ത് ചന്ദ്രികയുടെ സ്കൂട്ടർ എടുത്തിട്ട് ആകാശ് പുറത്തോട്ട് എങ്ങോട്ടോ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ മേഘയെ കാണുന്ന സമയത്ത് ആകാശ് വണ്ടി അവിടെ നിർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘ പറയാണ്, ആകാശ് ഒരു നിമിഷം. ആകാശ് ഒന്നും പറയുന്നില്ലെങ്കിലും മേഘയോട് സംസാരിക്കാൻ വേണ്ടി അവൻ വണ്ടി നിർത്തുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊരു പരിഹാസത്തോടെയാണ് മേഘ സംസാരിച്ച് തുടങ്ങുന്നത്. എന്താ ആകാശ്, ഈ വീട്ടിൽ തന്നെ സെറ്റായ പോലെയാണല്ലോ തോന്നുന്നത്. അതൊക്കെ ഒരുതരം പരിഹാസമായിരുന്നു. കാരണം കല്യാണം കഴിച്ചിട്ട് സാധാരണ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണല്ലോ പോവുക. പക്ഷെ ആകാശ് തിരിച്ച് ആരതിയുടെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആകാശ് മറുപടി ഒന്നും പറയാതെ കേട്ട് നിൽക്കുവാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഈ വീടിൻ്റെ മരുമകനാകാൻ തന്നെയാണോ തീരുമാനിച്ചിരുന്നത്? അതിനും ആകാശ് മറുത്തൊന്നും പറയുന്നില്ല. ഇങ്ങോട്ട് നോക്ക് ആകാശ്, ഞാൻ പറയുന്നത് നീ തെറ്റിദ്ധരിക്കണ്ട. നീ ഇല്ലാതെ നിൻ്റെ വീട്ടിലവിടെ അച്ഛനും അമ്മയും വല്ലാതെ വിഷമിക്കുന്നുണ്ട്. പക്ഷെ നീയോ ഇവിടെ നിൻ്റെ സ്വന്തം ഭാര്യയൊത്ത് അടിച്ച് പൊളിച്ച് സുഖമായിട്ട് പുതിയ ജീവിതം ആസ്വദിക്കുന്നു. മേഘ മാക്സിമം ആകാശിനെ കുത്തിയാണ് സംസാരിക്കുന്നത്. അപ്പോഴും ആകാശ് ഒന്നും മറുത്തു പറയുന്നില്ല. മേഘ അവസരം മുതലാക്കുവാണ്. ഇത്രയും വർഷം നിന്നെ സ്നേഹത്തോടെ വളർത്തി വലുതാക്കി അവരെ എങ്ങനെ നിനക്ക് ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാൻ സാധിച്ചത്? ഈ നാട്ടിലുള്ള ആളുകൾ നിന്നെക്കുറിച്ച് എന്താ പറയാന്ന് നിനക്കറിയോ? ഒരു പെണ്ണിന് വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയെയും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ഉപേക്ഷിച്ചവനെന്ന് നിന്നെ നാണക്കേടോടുകൂടിയാണ് അവർ പറയുക. ഈ അപമാനമൊക്കെ നിനക്ക് ആവശ്യമുണ്ടോ? അപ്പോഴും ആകാശ് ഒന്നും പറയാതെ മേഘ പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. അതിലൊക്കെ എന്തോ കാര്യമുള്ളത് പോലെയാണ് ആകാശ് ശ്രദ്ധിക്കുന്നത്. മേഘ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശരി, ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയുന്നത് പോലെ ചെയ്യ്.
അപ്പോൾ മാത്രമേ നിനക്കും നിന്റെ അച്ഛനും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുള്ളൂ. ആകാശ് ഇങ്ങനെ ചിന്തയോടെ നിൽക്കുകയാണ്. അവൻ്റെ മനസ്സിൽ താൻ പറയുന്നതൊക്കെ പോകുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ മേഘ വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ കുത്തിക്കയറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി നീ നിന്റെ വീട്ടിലേക്ക് പോ. എന്നിട്ട് നിന്റെ അച്ഛനെയും അമ്മയും സമാധാനിപ്പിക്കുക. അതിനുശേഷം ആരതിയെയും കൂട്ടിയിട്ട് നീ അങ്ങോട്ടേക്ക് പോയിക്കോ. അതാണ് നിനക്ക് നല്ലത്. അത് കേട്ടതും ആകാശ് ഇങ്ങനെ ചിന്തയോടെ നിൽക്കുവാണ്. ആകാശിൻ്റെ മൗനം താൻ പറയുന്നതൊക്കെ സമ്മതിക്കുന്നതായിട്ട് മേഘയ്ക്കും തോന്നുന്നുണ്ടായിരുന്നു. ആ അവസരം മുതലാക്കിയിട്ട് മേഘ പറയുന്നുണ്ട്, അല്ലാതെ നീ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഈ വീട്ടിലെ മരുമകനായിട്ട് ജീവിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അവസാനം ഈ വീട്ടിലെ വീട്ടുജോലിക്കാരി പോലും നിനക്കൊരു മര്യാദയും തരില്ല. അത് കേട്ട സമയത്ത് ആകാശിനും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറയേണ്ടത് പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് മേഘ അകത്തേക്ക് പോവാണ്. പക്ഷേ ആകാശിൻ്റെ മനസ്സിൽ മേഘ വലിയൊരു തീപ്പൊരി തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അല്പനേരം മേഘ പറഞ്ഞതിനെക്കുറിച്ച് ആകാശ് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആകാശ് വണ്ടിയെടുത്ത് അവിടുന്ന് പോകുന്ന സമയത്ത് മനോഹരൻ അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വരികയാണ്. മേഘയെ കണ്ടപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ മേഘ, എവിടെ പോയിട്ട് വരുവാ? ഞാൻ പറഞ്ഞിട്ടല്ലേ മാമ പോയത്, കാഞ്ചീപുരത്ത് ഒരു കൂടോത്രം ചെയ്യുന്ന സ്വാമിയുണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് പോകുന്നതെന്ന്. അദ്ദേഹത്തെ പോയി കണ്ടിട്ട് വരികയാണ്. മേഘ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ മനോഹരൻ സംശയത്തോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹം എന്താ പറഞ്ഞത് മേഘ? ചന്ദ്രികയ്ക്കെതിരായിട്ട് കൂടോത്രം ചെയ്യാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി 50,000 രൂപയാണ് അയാൾ ചോദിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും വലിയൊരു തുകയില്ല. അതുകൊണ്ട് ആ തുക റെഡിയാക്കിയതിന് ശേഷം അദ്ദേഹത്തെ പോയി കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മേഘ, നമ്മൾ തന്നെ ചോറിന് പോലും ഗതിയില്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇതൊക്കെ ആവശ്യമുണ്ടോ മേഘ? മേഘ മറുത്തൊന്നും പറയാതെ നിൽക്കുകയാണ്. ഏതോ ഒരു കള്ളം കൂടോത്രം ചെയ്യുന്ന ഒരാൾ കൂടോത്രം ചെയ്യാമെന്നും പറഞ്ഞിട്ട് 50,000 രൂപയാണ് ചോദിക്കുന്നത്. നീയാണെങ്കിൽ കടം വാങ്ങിയിട്ട് ആ പണം കൊടുക്കാൻ വരെ റെഡിയായിട്ട് നിൽക്കുകയാണ്. മേഘ, ഞാനൊരു കാര്യം പറയട്ടെ, അവനവൻ്റെ കയ്യിലിരിക്കുന്ന പണം കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെയാണ് എനിക്കിത് തോന്നുന്നത്. നീ നിൻ്റെ സ്വന്തം കയ്യിലെ പണവും കൊടുത്ത് നിനക്ക് തന്നെ വിനയുണ്ടാക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊന്നും മേഘയുടെ തലക്കകത്ത് കയറുന്നില്ലായിരുന്നു. അവൾ വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാമ, ചന്ദ്രികയെ അഴിക്കാൻ വേണ്ടി ഞാൻ എത്ര പണം വേണമെങ്കിലും ചെലവാക്കും. ചന്ദ്രികയ്ക്കെതിരെ ആപ്പ് വെച്ച് അവളുടെ ജീവിതം തന്നെ ഞാൻ ഇല്ലാതാക്കും. അവൾക്കൊന്നുമില്ലാത്ത ഗതികേടിലാക്കും, നോക്കിക്കോ. അപ്പോൾ മനോഹരൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ചന്ദ്രികയ്ക്ക് ആപ്പ് വെക്കാൻ നോക്കി നോക്കി ഇപ്പം ഇവൾ തന്നെ ഗതികേടിലായ അവസ്ഥയിലാണ്. ഇനി എന്തൊക്കെ കാണണമോ ദൈവമേ എന്നൊക്കെ അയാൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് ആ ഒരു വിഷയമൊക്കെ അവസാനിപ്പിക്കുന്ന രീതിയിൽ മേഘയോട് പറയുന്നുണ്ട്, ശരി ശരി, ഒരു കാര്യം ചെയ്, നീ പോയി ആപ്പ് ഉണ്ടാക്ക്, ഞാൻ വന്നിട്ട് കഴിക്കാം. അയ്യയ്യോ, നീ പോയി ഭക്ഷണം ഉണ്ടാക്ക്, ഞാൻ വന്നിട്ട് കഴിക്കാം. പറഞ്ഞിപ്പോൾ മുഴുവനായിട്ട് ഈ ആപ്പുകളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ തോന്നുന്നുള്ളൂ. നീ പോയി പാചകം ചെയ്യ് മേഘ, ഞാൻ വന്ന് കഴിച്ചോളാം. അയ്യോ, ഈ മാമനെ കൊണ്ട് തോറ്റു എന്നും പറഞ്ഞ് മേഘ അകത്തേക്ക് പോവാണ്. മേഘ പോയപ്പോൾ മനോഹരൻ ചിന്തിക്കുന്നുണ്ട്, അയ്യയ്യോ, ഇവളുടെ കൂടെ ചേർന്നതിന് ശേഷം വായിൽ നിന്നൊരു നല്ല സംസാരം പോലും വരുന്നില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യാനാ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും എന്നൊക്കെ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ട് മനോഹരൻ പോവുകയാണ്. അല്പസമയത്തിന് ശേഷം മേഘ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനോഹരനാണെങ്കിൽ അവിടെ കട്ടിലിൽ കിടന്നുകൊണ്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മേഘ വളരെ പതുക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനോഹരൻ കട്ടിലിൽ കിടന്നുകൊണ്ട് പത്രം വായിക്കുന്നതിനിടയിൽ മേഘയോടായിട്ട് പറയുന്നുണ്ട്, ജയിലിലായിരുന്നപ്പോൾ മണിയടിച്ചു കഴിഞ്ഞാൽ 4 നേരം ഭക്ഷണം കിട്ടുമായിരുന്നു. എന്നാൽ ഈ വീട്ടിലാണെങ്കിൽ ഭക്ഷണത്തിനെ കണ്ണുകൊണ്ട് കാണുന്നത് തന്നെ വല്ലാത്തൊരു കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഓ, നിങ്ങൾ പറഞ്ഞതുപോലെ 4 നേരവും കൃത്യമായിട്ട് ഭക്ഷണം കിട്ടണമെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. നിങ്ങൾ ചന്ദ്രികയെ കൊന്നിട്ട് ജയിലിലേക്ക് പോയിക്കോ. അത് കേട്ടത് മനോഹരൻ ചാടി എഴുന്നേക്കാണ്. എന്ത്? മേഘ ചിരിച്ചുകൊണ്ട് കൂളായിട്ടാണ് പറയുന്നത്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, അല്ല മേഘ, ചോറുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നീയാണെങ്കിൽ ഒരാളെ കൊന്നിട്ട് ചോറ് തിന്നുന്ന കാര്യത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. മേഘ, വന്ന് നീ വല്ലാതെ വയലൻ്റ് ആവുന്നുണ്ട് മേഘ. മോളെ, വല്ലാത്ത വിശപ്പിലാണുള്ളത്. ചെറുകുടലിനെ വൻകുടൽ തിന്നു തീർക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കും മോളെ. അത് കേട്ടതും മേഘ പറയുന്നുണ്ട്, അതിന് മാമനും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഇങ്ങനെ കട്ടിലിൽ കിടന്നുകൊണ്ട് പേപ്പർ വായിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ഭക്ഷണം ഉണ്ടാവും? അയ്യോ മേഘ, പറ മേഘ, ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതാ
വന്നിട്ട് ഈ പച്ചക്കറികളൊക്കെ വെട്ടി അരിഞ്ഞിട്. അല്ല മേഘ, നീ എന്താ എന്തോ ആളുകളെ വെട്ടിക്കൊല്ലുന്ന രീതിയിൽ സംസാരിക്കുന്നത്? ദാ ഇപ്പം തന്നെ വരാം, എന്നിട്ട് ആ പച്ചക്കറിയൊക്കെ ഞാൻ മുറിച്ചിട്ട് തരാം. ഹാ വാ, എന്നിട്ട് ഇതൊക്കെ അരിഞ്ഞിടാൻ നോക്ക്. ശരി, നമ്മൾ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കേണ്ട അവസ്ഥയിലായിപ്പോൾ എന്നൊക്കെ പറഞ്ഞ് വലിയ ശരീരവും വെച്ചിട്ട് മനോഹരം വന്ന് പച്ചക്കറി അരിയാനിരിക്കുകയാണ്. ആ സമയത്താണ് മേഘയുടെ ഫോണിലേക്കൊരു കോള് വരുന്നത്. അയ്യയ്യോ, രാജേന്ദ്രനാണല്ലോ കോൾ ചെയ്യുന്നത്. മേഘ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ട് ഭയത്തോടെ ചിന്തിക്കുകയാണ്. മേഘയുടെ മുഖത്ത് ആ ഒരു ഭയം കണ്ടപ്പോൾ മനോഹരൻ ചോദിക്കുന്നുണ്ട്, ആരാ മേഘ കോൾ ചെയ്യുന്നത്? രാജേന്ദർ അമ്മാവാ. ഏത് രാജേന്ദർ? നമുക്ക് മെറ്റീരിയൽസൊക്കെ സപ്ലൈ ചെയ്യുമായിരുന്നില്ലേ? ആ രാജേന്ദർ. അത് കേട്ടതും മനോഹരൻ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഫോണ് റിങ് അടിഞ്ഞ് തീരുവാണ്. അപ്പോൾ അയാളിങ്ങനെ പിറുവിറുക്കുന്നുണ്ട്. രാജേന്ദർ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫോണും എടുക്കില്ല. കോള് കട്ടായതിനു ശേഷം മനോഹര മേഘയോട് ചോദിക്കുകയാണ്, അല്ല ആ രാജേന്ദ്രൻ എന്തിനാ ഇപ്പം നിന്നെ വിളിക്കുന്നത്? അയ്യോ, എന്തിനാ വിളിക്കുന്നതെന്ന് മാമൻ അറിയില്ലേ? ഇല്ല, അയാൾക്ക് നമ്മൾ 40 ലക്ഷം രൂപയോളം കടം കൊടുക്കാനില്ലേ, അതിനാ അയാൾ വിളിക്കുന്നത്. എന്താ മേഘ പറഞ്ഞത്? 40 ലക്ഷം രൂപയോ? മനോഹരം വാ പൊളിച്ച് ചോദിക്കുകയാണ്. എന്താ മേഘ, കടക്കാരുടെ ലിസ്റ്റ് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതേ മാമ, ഈ നാട്ടിലുള്ള എല്ലാവരുടെ അടുത്തു നിന്നും കടം വാങ്ങിക്കഴിഞ്ഞു. ഇവരുടെയൊക്കെ കടം തിരിച്ചു കൊടുക്കണമല്ലോ. എങ്ങനെ ഇവരുടെയൊക്കെ പണം തിരികെ കൊടുക്കുകയെന്ന് എനിക്കൊരെത്തും പിടിയുമില്ല. സുരേന്ദർ കാരണം ആ റിയൽ എസ്റ്റേറ്റുകാരൻ്റെ അടുത്ത് 50 കോടി രൂപയാണ് എനിക്ക് നഷ്ടമായത്. ഞാനന്ന് ആ ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ്റെ ചതിയിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇത്രയും വലിയ കടക്കെണിയിലാവില്ലായിരുന്നു. എല്ലാത്തിനും ആ സുരേന്ദറാണ് കാരണം. മേഘ ആകെ ദേഷ്യത്തോടെ പറയുകയാണ്. മനോഹരനാണെങ്കിൽ മേഘ പറയുന്നതൊക്കെ കേട്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാ മേഘ? ഈ നാടിനെ തന്നെ പറ്റിക്കുന്നവളാണ് നീ. നിന്റെ അനിയനും നിന്നെപ്പോലെ തന്നെ ആയിരിക്കുമല്ലോ. അവനും നിന്നെ പറ്റിച്ചതായിരിക്കാനാണ് സാധ്യത. അല്ലാതെ അവനും പറ്റിക്കപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട് മേഘ. അപ്പോൾ മേഘ ഇങ്ങനെ ദേഷ്യത്തോടെയാണ് മനോഹരനെ നോക്കുന്നത്. അധികം സംസാരിക്കാതെ പച്ചക്കറി അരിയാൻ നോക്ക്. അപ്പോൾ മനോഹരൻ പച്ചക്കറി അരിയാനെടുത്ത സമയത്ത് മേഘയുടെ ഫോണിലേക്ക് വീണ്ടും ആ രാജേന്ദ്രൻ്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ ആണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുവാണ്. അവസാനം അവൾ പെട്ടെന്ന് കട്ട് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് അവൾ മനോഹരനോട് പറയുന്നുണ്ട്, അമ്മാവൻ ഈ കോൾ എടുത്തിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കുമോയെന്ന്. ഞാനെന്ത് പറയാനാ? എന്തെങ്കിലും പറഞ്ഞാൽ മതി മാമ. മനോഹരൻ ഫോൺ എടുത്തപ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട് മേഘയ്ക്ക് ഫോൺ കൊടുക്കാൻ. അപ്പോൾ മേഘ നാട്ടിലില്ലയെന്നാണ് പറയുന്നത്. എന്ത് നാട്ടിലില്ലയെന്നോ? ഇന്ന് രാവിലെ കൂടി ഞാൻ മേഘയെ കണ്ടതാണല്ലോ. അപ്പോൾ മേഘ ഇങ്ങനെ ആകെ ചമ്മി നിൽക്കുകയാണ്. അപ്പോൾ മണ്ടനായ മനോഹരൻ മേഘയോട് തന്നെയാണ് അത് ചോദിക്കുന്നത്. അല്ല മേഘ, നിന്നെ ഇന്ന് രാവിലെ പോലും കണ്ടതാണെന്ന് അയാൾ പറയുന്നത്. അയ്യോ, മേഘയ്ക്ക് ദേഷ്യം വരികയാണ്. അല്ല മേഘ ഇല്ല. മേഘ അടുത്ത് തന്നെ വെച്ചിട്ട് മേഘ നാട്ടിലില്ലാന്ന് കള്ളം പറയുകയാണല്ലേ? എപ്പോഴാ മേഘ എൻ്റെ പണം തിരിച്ചു തരിക? എൻ്റെ പണം തിരിച്ചു തരാതെ എത്ര കാലം ഇങ്ങനെ ഒളിച്ചോടാൻ വേണ്ടി സാധിക്കും? സർ എന്തിനാ സർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ പണം മേഘ തിരിച്ചു തരും. കുറച്ച് സമയം അനുവദിക്കൂ. ഞാൻ എന്തിനാ നിങ്ങൾക്ക് സമയം അനുവദിക്കുന്നത്? മര്യാദയ്ക്ക് നാളെ തന്നെ എൻ്റെ പണം മുഴുവൻ തന്നു തീർക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ നാളെ തന്നെ റൗഡികളെയും കൂട്ടിയിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എല്ലെണ്ണത്തിനെയും ഞാനിങ്ങോട്ട് തൂക്കിയെടുത്ത് വരും. അത് കേട്ടതും മനോഹരൻ്റെ ഭാവം മാറുവാണ്. എന്താ റൗഡി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? നോക്ക്, ഞാൻ തന്നെ ഏറ്റവും വലിയ റൗഡിയാണ്. അങ്ങനെയുള്ള എന്നെയാണോ വരട്ടാൻ നോക്കുന്നത്? അപ്പോൾ മേഘ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വിലക്കുന്നുണ്ട്. അയ്യോ മാമ പറയല്ലേ. മേഘ വല്ലാതെ ഭയന്ന് നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ വലിയ ആളെപ്പോലെ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ പറയാണ്, നിങ്ങൾക്കുള്ള പണം തരാൻ സാധിക്കില്ല. പണം തന്നില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? എന്ത് പണം തരാൻ സാധിക്കില്ലെന്നോ? അയാൾക്കും ദേഷ്യം കയറിയിട്ടുണ്ടായിരുന്നു. അയ്യോ മാമ നിർത്ത്. മേഘ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതെ, പണം തിരിച്ചു തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്ത് കാണിക്ക്. ഫോൺ വെച്ചിട്ട് പോടോ എന്ന് പറഞ്ഞിട്ട് മനോഹരൻ കോള് കട്ട് ചെയ്യാണ്. അയ്യോ മാമാ, മേഘ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഫോൺ വെച്ചിട്ട് പോടാ റാസ്കൽ എന്ന് പറഞ്ഞിട്ടാണ് മനോഹരൻ കോള് കട്ട് ചെയ്യുന്നത്. ഫോൺ കട്ടായപ്പോൾ മേഘ അയാളോട് പറയാണ്, അയ്യോ മാമ. എന്താ മേഘ? അയ്യോ മാമ, ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടാണോ ഫോൺ വെക്കുന്നത്? നാളെ അയാൾ റൗഡികളെയും കൂട്ടിയിട്ട് വന്നിട്ട് ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ എന്താ ചെയ്യുക? കടം വാങ്ങിച്ചവരുടെ അടുത്ത് കുറച്ച് നന്നായിട്ട് പെരുമാറിയാൽ മാത്രമല്ലേ അവർ കുറച്ച് സമയം അനുവദിക്കുള്ളൂ. ഇങ്ങനെ സംസാരിച്ച് ആരാ നമുക്ക് അവധി അനുവദിച്ചു തരിക? അപ്പോൾ മനോഹരൻ പറയാണ്, മേഘ, കടം വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവർക്ക് മുന്നിൽ കൈകൂപ്പി നിന്നാൽ മതി.
കടം വാങ്ങിയതിന് ശേഷം പണം തന്നവർ വേണം നമുക്ക് മുന്നിൽ കൈകൂപ്പി നിന്നിട്ട് പണം തിരികെ തരുമോ എന്ന് ചോദിക്കാൻ. അയ്യോ, നിങ്ങൾ കാരണം ഇനി ഞാനായിരിക്കും വലിയ പ്രശ്നത്തിൽ അകപ്പെടാൻ പോകുന്നത്. അതെ അതെ അതെ, ഇപ്പോൾ ചെറിയ പ്രശ്നത്തിലാണല്ലോ ഉള്ളത്. മനോഹരം വെട്ടി തുറന്ന് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം മേഘ ദേഷ്യത്തോടെ എഴുന്നേറ്റിട്ട് അരിഞ്ഞ പച്ചക്കറിയൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ മനോഹരം പിന്നീന്ന് വിളിച്ച് പറയുന്നുണ്ട്, മേഘ ഈ ദേഷ്യത്തിന് പോയിട്ട് നീ അരിയാത്ത പച്ചക്കറി വെച്ചിട്ട് കറി ഉണ്ടാക്കല്ലേ, അരിഞ്ഞ പച്ചക്കറിയൊക്കെ ഇവിടെ തന്നെയാണുള്ളത്. അയ്യോ, ഇനി ഭക്ഷണം പോലും കിട്ടില്ലെന്നാണ് തോന്നുന്നത്. മനോഹരം പിറുവിറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം സിദ്ധു ആണെങ്കിൽ അവൻ്റെ വീട്ടിലെ ടെറസിന് മുകളിലാണ് ഉള്ളത്. അപ്പോൾ അവനിങ്ങനെ ചെവി ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് തൂവാല വെച്ചിട്ട്. അപ്പോൾ അവന് വല്ലാത്ത ചെവി വേദനിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വന്നിട്ട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ഇതെന്താ സാർ എന്താ ചെയ്യുന്നത്? അത് ഞാൻ എൻ്റെ ചെവി രാവിലെ തൊട്ടേ വെള്ളം കയറിയിട്ട് വല്ലാത്ത വേദന, അതൊന്ന് ക്ലിയർ ചെയ്യായിരുന്നു, അപ്പോഴാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്. ചന്ദ്രിക പരിഹാസത്തോട് ചോദിക്കുകയാണ്, ഓ, കുളിക്കുമ്പോൾ ചെവിക്കുള്ളിലായിരുന്നു സാർ കുളിച്ചുകൊണ്ടിരുന്നത്. സാറിന് ശരിക്കും കുളിക്കാൻ പോലും അറിയില്ലെന്നാണല്ലോ തോന്നുന്നത്. ഹലോ, ആർക്കാണ് കുളിക്കാൻ അറിയാത്തത്? എൻ്റെ ചെവിക്കുള്ളിൽ വെള്ളം പോവാൻ തന്നെ കാരണം നീയാണ് ചന്ദ്രിക. ഞാനോ? ചന്ദ്രിക ഇങ്ങനെ ഞെട്ടിയിട്ട് സിദ്ധുവിനെ നോക്കുവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.